നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗ്രാഫ്റ്റിംഗ് ചെയ്യേണ്ടത് എങ്ങനെയെന്നും അത് ചെയ്യുമ്പോൾ പിടിച്ചു കിട്ടാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്. പല വിധത്തിലുള്ള ഗ്രാഫ്റ്റിംഗ് രീതികളുണ്ട്. അതിൽ തന്നെ വളരെയധികം കോമൺ ആയിട്ടുള്ളൊരു ഗ്രാഫ്റ്റിംഗ് മെത്തേഡാണ് വി ഗ്രാഫ്റ്റിംഗ് മെത്തേഡ്. ഇത് ചെയ്യാൻ വേണ്ടി നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ആദ്യമേ തന്നെ പറയാം. നമുക്ക് ഒരു നല്ല കത്തി വേണം. ഗ്രാഫ്റ്റിംഗ് ചെയ്തതിന് ശേഷം അത് കെട്ടിവെക്കുന്നതിനുള്ള പ്ലാസ്റ്റിക് നാട വേണം. ഗ്രാഫ്റ്റ് ചെയ്തു വെച്ച സയോണിൻ്റെ ഈർപ്പം നഷ്ടപ്പെടാതെ അതിനെ സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അത് കവർ ചെയ്യാനായിട്ടൊരു പ്ലാസ്റ്റിക് കൂട് വേണം. സിപ്പപ്പ് കവർ അല്ലെങ്കിൽ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു പ്ലാസ്റ്റിക് കൂട് ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇനി നമുക്ക് വേണ്ടത് തിരഞ്ഞെടുത്ത മാതൃവൃക്ഷത്തിൽ നിന്നുള്ള ഒരു കമ്പാണ്. നമ്മളിതിനെ സയോൺ എന്ന് വിളിക്കും. ഈ സയോൺ നമ്മൾ മാതൃവൃക്ഷത്തിൽ നിന്ന് എടുത്ത ഉടനെ അതിൻ്റെ ഇലകളെല്ലാം അടർത്തി മാറ്റിയ ശേഷം ഏകദേശം ഒരു 5 ഇഞ്ച് നീളത്തിൽ നമുക്കത് കട്ട് ചെയ്ത് എടുക്കാം. ഇനി നമുക്ക് ഈ സയോൺ വെച്ച് പിടിപ്പിക്കുന്നതിന്, അതായത് ഗ്രാഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വേരുള്ള ഒരു ചെടിയാണ് വേണ്ടത്. അതിന് റൂട്ട് സ്റ്റോക്ക് എന്ന് വിളിക്കും. ഞാനിപ്പോൾ റൂട്ട് സ്റ്റോക്കിന് പകരം ഒരു മാവിൻ്റെ കമ്പാണ് ഇവിടെ എടുത്തിരിക്കുന്നത് നിങ്ങളെ ചെയ്ത് കാണിക്കുന്നതിന് വേണ്ടിയിട്ട്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഗ്രാഫ്റ്റിംഗ് ചെയ്യാൻ വേണ്ടത്. ഇനി ഗ്രാഫ്റ്റിങ്ങിൽ ആദ്യത്തെ പടിയായിട്ട് നമുക്ക് സയോണിൻ്റെ അഗ്രഭാഗം, അതായത് സയോൺ മാതൃവൃക്ഷത്തോട് ചേർന്നിരിക്കുന്ന ആ ഭാഗം 2 സൈഡിൽ നിന്നും ചെരിച്ച് വൃത്തിയായിട്ട് ചെത്തിക്കഴിഞ്ഞാൽ നമുക്കത് വി ഷേപ്പിൽ, ആ സയോണിൻ്റെ അഗ്രഭാഗം വി ഷേപ്പിൽ കിട്ടുന്നതാണ്. സയോണിൻ്റെ അഗ്രഭാഗം വി ഷേപ്പിൽ ഏകദേശം ചെത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ചെത്തി വച്ചിരിക്കുന്ന സയോണിൻ്റെ അഗ്രഭാഗത്തിൽ കൈകൊണ്ട് തൊടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതേപോലെ അതിൽ പൊടിയാകാതെ സൂക്ഷിക്കണം. ഇത്തരത്തിൽ കൈകൊണ്ട് തൊടുകയോ പൊടിയാകുകയോ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഗ്രാഫ്റ്റിംഗ് ഫെയിലിയർ ആകാനുള്ള സാധ്യതയുണ്ട്. അടുത്തതായി നമുക്ക് നമ്മുടെ റൂട്ട് സ്റ്റോക്കിൽ ഈ സയോൺ ഇറക്കി വെക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പിളർപ്പുണ്ടാക്കണം. അത് ചെയ്യുന്നതിന് മുമ്പ് റൂട്ട് സ്റ്റോക്കിൻ്റെ അഗ്രഭാഗം ഒന്ന് ചെത്തി വൃത്തിയാക്കണം. റൂട്ട് സ്റ്റോക്ക് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ, തലഭാഗം കട്ട് ചെയ്യുമ്പോൾ അതിലെന്തെങ്കിലും രീതിയിലുള്ള ചതവ് വന്നിട്ടുണ്ടെങ്കിൽ അത് എടുത്തു കളയുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ചെത്തി വൃത്തിയാക്കുന്നത്. അതിനുശേഷം റൂട്ട് സ്റ്റോക്കിൻ്റെ നടുഭാഗത്ത് നിന്ന് കീഴ്പോട്ട് നമ്മുടെ സയോണിൽ നമ്മൾ ചെത്തി വച്ചിരിക്കുന്ന ആ ദൂരം അത് കൃത്യമായി റൂട്ട് സ്റ്റോക്കിൻ്റെ ഉള്ളിൽ ഇറങ്ങത്തക്ക രീതിയിൽ അത്രയും നീളത്തിൽ നമുക്കൊരു പിളർപ്പുണ്ടാക്കണം. അതിനുശേഷം ഈ ഉണ്ടാക്കിയ പിളർപ്പിലേക്ക് നമുക്ക് സയോൺ ഇറക്കി വെച്ചിട്ട് നമുക്ക് പ്ലാസ്റ്റിക് നാട ഉപയോഗിച്ച് കെട്ടി ഉറപ്പിച്ച് വയ്ക്കാം. ഇനി നമുക്ക് പ്ലാസ്റ്റിക് നാട ചുറ്റി കെട്ടിയെടുക്കാം. നന്നായിട്ട് വലിച്ച് ചുറ്റിയെടുക്കണം പ്ലാസ്റ്റിക് നാട. പ്ലാസ്റ്റിക് നാട താഴെ നിന്ന് മുകളിലേക്ക് ചുറ്റിയെടുക്കണം. മുകളിൽ നമ്മുടെ സയോണിലേക്ക് കുറച്ച് ഭാഗം 1-2 വട്ടം ചുറ്റി കെട്ടിയെടുക്കണം സയോണിൽ. സയോണിൽ തടസ്സമായിട്ട് നിൽക്കുന്ന ഇലഞ്ഞിട്ട് നമുക്ക് നീക്കം ചെയ്തിട്ട് അതിൽ ഒരു 2 പ്രാവശ്യം നമുക്ക് പ്ലാസ്റ്റിക് നാട ചുറ്റിയെടുക്കണം. അതിനുശേഷം അത് നന്നായിട്ട് വലിച്ച് വള്ളി പോലെയാക്കി ചുറ്റി ഒന്നുകൂടെ ഉറപ്പിച്ച് കെട്ടുകയാണ്. ഇത്തരത്തിൽ നമ്മൾ കെട്ടി ഉറപ്പിച്ച് പ്ലാസ്റ്റിക് നാട ഉപയോഗിച്ച് കെട്ടിയെടുക്കുമ്പോൾ ഈ മുറിവിൻ്റെ ഉള്ളിലേക്ക് വെള്ളം ഇറങ്ങുകയില്ല. അതേപോലെ തന്നെ ചെറിയ എന്തെങ്കിലും അനക്കം തട്ടിയാൽ ഈ സയോൺ റൂട്ട് സ്റ്റോക്കിൽ നിന്ന് അനങ്ങാതെ അവിടെ ഉറച്ചു നിൽക്കുന്നതിന് ഇങ്ങനെ കെട്ടി വയ്ക്കുമ്പോൾ അത് സഹായിക്കും. ഇപ്പോൾ ഗ്രാഫ്റ്റിംഗ് ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഈ ഗ്രാഫ്റ്റ് ചെയ്ത ഭാഗത്ത് കവർ ചെയ്യുന്ന രീതിയിൽ ആദ്യം കാണിച്ച സിപ്പപ്പ് കവർ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ കൂട് ഇറക്കി വയ്ക്കുക എന്നുള്ളതാണ്. സിപ്പപ്പ് കവർ ചെറുതായതുകൊണ്ട് ഇതിൻ്റെ കവറിൻ്റെ അടിഭാഗം നമ്മൾ കെട്ടി വയ്ക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഇത് ചെയ്യുമ്പോൾ സാധാരണ ചെയ്യുന്നത് ഈ സയോണിൻ്റെ ഉള്ളിൽ ഈർപ്പം കിട്ടുന്നതിന് വേണ്ടിയിട്ട് റൂട്ട് സ്റ്റോക്കിൻ്റെ ഒരു ഇല കട്ട് ചെയ്ത് ഈ സിപ്പപ്പ് കവറിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വയ്ക്കും. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഈർപ്പം ആ സിപ്പപ്പ് കവറിൻ്റെ ഉള്ളിൽ നിലനിർത്താനായിട്ട് അത് സഹായിക്കും. ഇനി വലിയ കവറുകളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിൻ്റെ അടിഭാഗം കെട്ടി വയ്ക്കുന്നതിന് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഈർപ്പം നഷ്ടപ്പെട്ട് സയോൺ ഉണങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ട്.
ഇത്തരത്തിൽ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ച ചെടികളിൽ നിന്ന് നമ്മൾ ഇട്ടിരിക്കുന്ന സിപ്പപ്പ് കവറ് അല്ലെങ്കിൽ ആ പ്ലാസ്റ്റിക്കിൻ്റെ കവറ് അത് 4 ആഴ്ചയ്ക്ക് ശേഷം എടുത്തു മാറ്റാവുന്നതാണ്. ചില സാഹചര്യങ്ങളിൽ നല്ല സയോൺ ഉപയോഗിക്കുന്നതെങ്കിൽ, നല്ല ഗ്രാഫ്റ്റ് ആണെങ്കിൽ അത് ഒരു 10 ദിവസം കൊണ്ട് മുള പൊട്ടി വരുന്നതാണ്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ മുളച്ച് ഇല വിടർന്ന് വരുമ്പോൾ നമുക്ക് ഈ സിപ്പപ്പ് കവർ എടുത്തു മാറ്റാം. അതിനുശേഷം അത് തണലിൽ സൂക്ഷിക്കേണ്ടതാണ്. ഒരു മാസമെങ്കിലും തണലിൽ സൂക്ഷിച്ച ശേഷം നമുക്ക് ഇത് കുറച്ച് വെയിലുള്ള ഭാഗത്തേക്ക് മാറ്റി വെച്ച് ഹാർഡൻ ചെയ്ത് എടുക്കാവുന്നതാണ്. ഇത് 3 ആഴ്ചയ്ക്ക് മുമ്പ് ചെയ്തൊരു തൈയാണ്. ഇതിൽ ഇനിയും മുള വന്നിട്ടില്ല. നമ്മൾ കവർ ഒരാഴ്ച കൂടെ ഇതിൽ ഇട്ട് വയ്ക്കുന്നതാണ്. ഗ്രാഫ്റ്റിംഗ് ചെയ്തിട്ടുള്ള പലരും ചോദിച്ചിട്ടുള്ളൊരു സംശയമാണ്, നമ്മൾ മാവിൻ്റെ സയോൺ അല്ലെങ്കിൽ റൂട്ട് സ്റ്റോക്ക് ഇരുമ്പിൻ്റെ കത്തി ഉപയോഗിച്ച് മുറിക്കുമ്പോൾ അതിലൊരു കറുത്ത കറ പടരുന്നത് കണ്ടിട്ടുണ്ട്. ഈ കറ നീക്കം ചെയ്യണോ, അല്ലെങ്കിൽ ഈ കറ കൊണ്ട് എന്തെങ്കിലും ഗ്രാഫ്റ്റിങ്ങിന് എന്തെങ്കിലും പ്രശ്നം വരുമോ എന്ന്. എൻ്റെ ഒരു അനുഭവത്തിൽ ഇത്തരം കറ ഇരുന്നത് കൊണ്ട് ഈ ഗ്രാഫ്റ്റിംഗ് സക്സസ് ആകാതെ വന്നിട്ടില്ല. അത് ഗ്രാഫ്റ്റിംഗ് പിടിച്ചു കിട്ടും. കറ വന്നതുകൊണ്ട് ഗ്രാഫ്റ്റിംഗ് ഫെയിലിയർ ആകത്തില്ല. പ്രോപ്പറായിട്ട് റൂട്ട് സ്റ്റോക്കിൽ സയോൺ പ്ലേസ് ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗ്രാഫ്റ്റിംഗ് സക്സസ് ആയി കിട്ടും. അടുത്തതായി ഗ്രാഫ്റ്റിംഗ് ചെയ്യുന്നവർ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് കാമ്പിയം ലെയറിനെ കുറിച്ച്. അതായത് വളരുന്ന ഒരു പാട ഈ ചെടിയുടെ തോലിനും അതിൻ്റെ കട്ടിയുള്ള ഭാഗത്തിനും ഇടയിൽ വളരുന്നൊരു പാടയുണ്ട്. ഈ പാടയാണ് പെട്ടെന്ന് വളർന്ന് നമ്മുടെ ഗ്രാഫ്റ്റ് സക്സസ് ആക്കുന്നത്. നമ്മൾ റൂട്ട് സ്റ്റോക്കിൽ സയോൺ വയ്ക്കുമ്പോൾ ഈ കാമ്പിയം ലെയറുകൾ തമ്മിൽ കൂടിച്ചേർന്നിരിക്കാൻ, അതായത് അത് തമ്മിൽ കോണ്ടാക്റ്റിലിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ആ കോണ്ടാക്റ്റ് എത്രമാത്രം കൂടുന്നോ അത്രമാത്രം ആ ഗ്രാഫ്റ്റ് സക്സസ് ആകാനും അത് പെട്ടെന്ന് വളർന്നു വരാനും സഹായിക്കും. അപ്പോൾ ഈ കാമ്പിയം ലെയർ എങ്ങനെ കൂട്ടിച്ചേർത്ത് വയ്ക്കാമെന്ന് നോക്കാം. ഇത് ഈ റൂട്ട് സ്റ്റോക്കും സയോണും ഏകദേശം ഒരേ സൈസിലുള്ളതാണ്, ഒരേ വണ്ണത്തിലുള്ളതാണ്. ഇത്തരത്തിലുള്ള റൂട്ട് സ്റ്റോക്കുകളിൽ ഇത്തരത്തിലുള്ള ഒരേ വണ്ണത്തിലുള്ള സയോൺ പ്ലേസ് ചെയ്യുമ്പോൾ ഈ കാമ്പിയം ലെയർ കോണ്ടാക്റ്റ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമുക്ക് ഈസി ആയിട്ട് ഇത് റൂട്ട് സ്റ്റോക്കിൽ വയ്ക്കാം. രണ്ട് സൈഡും ഒരേ രീതിയിൽ, തോലുകൾ രണ്ട് സൈഡിലും ഒരേ രീതിയിൽ വരുന്ന രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് റൂട്ട് സ്റ്റോക്കിൻ്റെയും സയോണിൻ്റെയും കാമ്പിയം ലെയറുകൾ തമ്മിൽ കോണ്ടാക്റ്റിൽ വരികയും അത് പെട്ടെന്ന് പിടിച്ചു കിട്ടാനും നല്ല വളർച്ചയിൽ അത് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ റൂട്ട് സ്റ്റോക്കും സയോണും തിരഞ്ഞെടുക്കുമ്പോൾ ഇത്തരത്തിൽ ഒരേ വണ്ണത്തിലുള്ളത് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ പിടിച്ചു കിട്ടാനും വളർച്ചയ്ക്കും നല്ല സാധ്യതയുണ്ട്. ഈ ഒരു റൂട്ട് സ്റ്റോക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ എടുത്തിരിക്കുന്ന സയോണിനെ അപേക്ഷിച്ച് റൂട്ട് സ്റ്റോക്ക് വളരെ ചെറുതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള റൂട്ട് സ്റ്റോക്കിൽ നമ്മൾ വലിയൊരു സയോൺ വയ്ക്കുമ്പോൾ നമുക്ക് രണ്ട് സൈഡിലുമുള്ള കാമ്പിയം ലെയറുകൾ തമ്മിൽ കോണ്ടാക്റ്റ് വരുത്തുക എന്ന് പറയുന്നത് അസാധ്യമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ സയോൺ വയ്ക്കുന്നത് ഒരു സൈഡിലേക്ക്, റൂട്ട് സ്റ്റോക്കിൻ്റെ ഒരു സൈഡിലുള്ള കാമ്പിയം ലെയറിൽ കോണ്ടാക്റ്റ് വരുന്ന രീതിയിൽ, അതായത് റൂട്ട് സ്റ്റോക്കിൻ്റെയും സയോണിൻ്റെയും തോലുകൾ തമ്മിൽ ഒരു സൈഡിൽ മുട്ടിയിരിക്കുന്ന രീതിയിൽ, ഒരേ ലെയറിൽ ഒരേ ലെവലിൽ വരുന്ന രീതിയിൽ വെക്കണം. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഈ റൂട്ട് സ്റ്റോക്കിൻ്റെ നമ്മൾ സയോൺ വെച്ചിരിക്കുന്നത് നോക്കിയാൽ ആ സയോൺ നിങ്ങളുടെ ഇടതുഭാഗത്തുള്ള സൈഡിൽ, ഇടതുവശത്ത് ആ സയോൺ റൂട്ട് സ്റ്റോക്കിൽ നിന്ന് പുറത്തേക്ക് തള്ളി നിൽക്കുന്നുണ്ട്. പക്ഷേ വലതുഭാഗത്ത് അത് തോലോട് ചേർന്ന്, റൂട്ട് സ്റ്റോക്കും സയോണിൻ്റെയും തോലുകൾ തമ്മിൽ ചേർന്നിരിക്കുന്നത് കാണാം. ഇത്തരത്തിൽ നമുക്ക് റൂട്ട് സ്റ്റോക്ക് ചെറുതാണെങ്കിൽ കിട്ടുന്ന സയോൺ വലുതുമാണെങ്കിൽ ഇത്തരത്തിൽ ഒരു സൈഡിൽ ചേർത്ത് വെച്ചാൽ നമുക്കത് പിടിച്ചു കിട്ടുന്നതാണ്. ഇനി നമ്മളിപ്പോൾ എടുത്തതിൻ്റെ നേരെ വിപരീതമായ ഒരു കേസ്, അതായത് വലിയ റൂട്ട് സ്റ്റോക്കും നമുക്ക് കിട്ടുന്ന സയോൺ ചെറുതുമാണെങ്കിൽ ആദ്യം പറഞ്ഞ പോലെ തന്നെ റൂട്ട് സ്റ്റോക്കിൻ്റെ ഒരു സൈഡിലുള്ള തോലും സയോണിൻ്റെ ഒരു സൈഡിലുള്ള തോലും ഒരേ ലെവലിൽ, ഒരേ സൈഡിൽ വരുന്ന രീതിയിൽ, ഒരേ ലെവലിൽ വരുന്ന രീതിയിൽ ഒരു സൈഡ് അലൈൻ ചെയ്ത് വെച്ചാൽ നമുക്ക് കാമ്പിയം ലെയർ കോണ്ടാക്റ്റ് കിട്ടും, വളരുന്ന പാടയുടെ കോണ്ടാക്റ്റ് കിട്ടും. അപ്പോൾ അത് പിടിച്ചു കിട്ടാനായിട്ട് എളുപ്പമാണ്. അങ്ങനെയുള്ള ഗ്രാഫ്റ്റ് സക്സസ് ആയി കിട്ടുന്നതാണ്. ഇനി ഈ കാമ്പിയം ലെയർ കോണ്ടാക്റ്റ് വരുന്നത് ഞാൻ ഒന്നുകൂടെ വ്യക്തമായി കാണിക്കാൻ ശ്രമിക്കാം. റൂട്ട് സ്റ്റോക്കിൽ നിന്ന് ഞാനൊരു കഷ്ണം എടുത്തു മാറ്റുകയാണ്. അതിനുശേഷം നമുക്ക് സയോൺ റൂട്ട് സ്റ്റോക്കിൽ വയ്ക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം, തോലുകൾ തമ്മിൽ ഒന്നിനു മീതെ ഒന്നായി വരുന്ന രീതിയിൽ വേണം നമുക്കത് വെക്കാനായിട്ട്. അങ്ങനെ വെക്കുമ്പോൾ റൂട്ട് സ്റ്റോക്കിലും സയോണിലുമുള്ള കാമ്പിയം ലെയറുകൾ തമ്മിൽ ഓവർലാപ്പായി ഒന്നിനു മീതെ ഒന്ന് ഇരിക്കുന്ന രീതിയിൽ നമ്മളിത് വെച്ച് കെട്ടുകയാണെങ്കിൽ നമുക്ക് ഈ
ഗ്രാഫ്റ്റിംഗ് പിടിച്ചു കിട്ടും. ഏത് ഗ്രാഫ്റ്റ് ചെയ്യുമ്പോഴും ഇത്തരത്തിൽ ക്യാമ്പിയം ലെയർ ഒന്നിനു മീതെ ഒന്നായി വന്നാൽ മാത്രമാണ് നിങ്ങൾക്കത് പിടിച്ചു കിട്ടുകയുള്ളൂ. ഇനി നമ്മൾ ഗ്രാഫ്റ്റിംഗ് ചെയ്യുമ്പോൾ കെട്ടിവെക്കുന്ന പ്ലാസ്റ്റിക് നാട അഴിക്കേണ്ടത് എപ്പോഴും നോക്കാം. പൊതുവായിട്ടൊരു റൂൾ പറയുകയാണെങ്കിൽ, നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തു വെച്ച സയോണിൽ നിന്ന് 2 തട്ട് ഇല വന്ന് ആ തളിരില മൂത്ത ശേഷം മാത്രം നമുക്ക് ഈ പ്ലാസ്റ്റിക് നാട അഴിച്ചാൽ മതിയാകും. അതിനു മുമ്പ് അഴിച്ചാൽ ഒരുപക്ഷെ ഗ്രാഫ്റ്റ് ചെയ്ത ഭാഗം പൊട്ടിപ്പോകാനോ അല്ലെങ്കിൽ ഒടിഞ്ഞു പോകാനോ സാധ്യതയുണ്ട്. അതുകൊണ്ട് 2 തട്ട് ഇല വന്ന് മൂത്ത ശേഷം നമുക്ക് ഈ പ്ലാസ്റ്റിക് നാട അഴിച്ചു മാറ്റാവുന്നതാണ്. ഇത് 2 തട്ട് ഇല വന്ന് മൂത്ത ഒരു ഗ്രാഫ്റ്റാണ്. ഇനി ഈ കെട്ടിയിരിക്കുന്ന നാട ഗ്രാഫ്റ്റിങ്ങിന് കേടുപാടുകൾ സംഭവിക്കാതെ നമുക്ക് അഴിച്ചു മാറ്റാവുന്നതാണ്. ഇനി ഒരു മാവിൻ്റെ റൂട്ട് സ്റ്റോക്കിൽ ഗ്രാഫ്റ്റ് ചെയ്യുന്നത് വളരെ പെട്ടെന്ന് കാണിച്ചു തരാം. റൂട്ട് സ്റ്റോക്ക് എടുത്ത് അതിൻ്റെ തലഭാഗം നമ്മൾ ആദ്യം ഒന്ന് കട്ട് ചെയ്ത് കളയണം. നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യേണ്ട ലൊക്കേഷന് മുകളിൽ വെച്ചിട്ട് അതിനുശേഷം 1-2 ഇലകൾ നമുക്ക് സിപ്പ് കവറിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് പകുതി കട്ട് ചെയ്ത് നിർത്തുകയാണ്. അതിനുശേഷം നമ്മൾ സയോൺ എടുത്ത് ഒരു 5 ഇഞ്ച് നീളത്തിൽ കട്ട് ചെയ്ത് അത് വി ഷേപ്പിൽ അതിൻ്റെ അഗ്രഭാഗം ചെത്തിയെടുക്കുകയാണ്. സയോൺ ഏകദേശം വി ഷേപ്പിൽ ചെത്തി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഭദ്രമായിട്ട് പൊടിയാകാതെ ഒരു സ്ഥലത്ത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ റൂട്ട് സ്റ്റോക്കിൽ ഒരു പിളർപ്പുണ്ടാക്കാം. ഇവിടെയാണ് നമ്മൾ സയോൺ വയ്ക്കുന്നത്, വി ഷേപ്പിൽ സയോൺ ചെത്തിയിട്ട് വയ്ക്കുന്നത്. ഇനി ഈ പിളർപ്പിലേക്ക് നമ്മൾ ചെത്തി വെച്ചിരിക്കുന്ന വി ഷേപ്പിൽ ചെത്തി വെച്ചിരിക്കുന്ന സയോൺ എടുത്ത് വയ്ക്കാം. അതിൻ്റെ ഒരു സൈഡ് കൃത്യമായിട്ട് റൂട്ട് സ്റ്റോക്കിൻ്റെ ഒരു സൈഡും സയോണിൻ്റെ ഒരു സൈഡിലുമുള്ള തോലുകൾ തമ്മിൽ നല്ല രീതിയിൽ അലൈൻ ചെയ്ത് കൃത്യമായി വെച്ചിട്ട് നമുക്കത് പ്ലാസ്റ്റിക് നാട ഉപയോഗിച്ച് ചുറ്റി കെട്ടി അതിനുശേഷം അതിലൊരു സിപ്പ് കവർ ഇട്ട് നമുക്കത് തണലത്ത് വയ്ക്കാം. ഇങ്ങനെ വെച്ച തൈകൾ ഒരു 10 ദിവസം മുതൽ മുകളിലേക്ക് ഇതിൽ നിന്ന് പൊടിപ്പുകൾ വരുന്നതാണ്. അങ്ങനെ പൊടിച്ചു വരുമ്പോൾ നമുക്ക് പ്ലാസ്റ്റിക് കൂടെ എടുത്ത് മാറ്റാം. അപ്പോൾ ഈ വീഡിയോ ഇവിടെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഗ്രാഫ്റ്റിങ്ങിനെ കുറിച്ച് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാവുന്നതാണ്. വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും ചെയ്യാവുന്ന ഒന്നാണ് ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കുക. അടുത്തൊരു വീഡിയോയിലൂടെ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.